welcome to BEd series by Summary Spot. Summary Spotൻ്റെ പുതിയൊരു സീരീസാണ് BEd സീരീസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. TNTUവിൻ്റെ BEd സിലബസ് ബേസ്ഡ് ആയിട്ടായിരിക്കും ഈ ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ ഒരുപാട് പേര് കേരളത്തിൽ ഇപ്പം TNTUവിൻ്റെ അണ്ടറിൽ BEd ചെയ്യുന്നവരുണ്ട്. സോ അവർക്കൊരു ഹെൽപ്പായിട്ടാണ് ഈ ഒരു ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ പെഡഗോജി ഓഫ് ഫിസിക്കൽ സയൻസ് പേപ്പർ 1 അത് വെച്ചിട്ടാണ്, ആ പേപ്പർ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ 5 യൂണിറ്റ്സ് ആണ് മൊത്തം വരുന്നത്. ഓരോ യൂണിറ്റ് നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് വരുന്നത് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ് എന്നാണ്. ഫിസിക്കൽ സയൻസ് ടീച്ച് ചെയ്യുന്നതിൻ്റെ എയിം എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത്. അപ്പം ഫിസിക്കൽ സയൻസിൻ്റെ മീനിങ്, അതിൻ്റെ നേച്ചർ, സ്കോപ്പ്, സിഗ്നിഫിക്കൻസ്, എന്തിന് ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ, ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. സോ നമുക്ക് യൂണിറ്റിലേക്ക് കിടക്കാം. സോ ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് ഫിസിക്കൽ സയൻസ്, ഇറ്റ്സ് മീനിങ്. ദ മീനിങ് ഓഫ് ഫിസിക്കൽ സയൻസ് ആണ് ഫസ്റ്റ് ടോപ്പിക്ക്. അപ്പം മൊത്തം ഈ യൂണിറ്റിലെ ടോപ്പിക്ക് നമ്മൾ 10 ടോപ്പിക്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ടോപ്പിക്കാണ്, ഫസ്റ്റ് ടോപ്പിക്കാണ് ഫിസിക്കൽ സയൻസിൻ്റെ മീനിങ് എന്താണെന്നുള്ളത്. നമുക്കറിയാം ഫിസിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ വരും അല്ലേ. സോ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻആനിമേറ്റ് നാച്ചുറൽ ഒബ്ജക്ട്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിസിക്സ്, കെമിസ്ട്രി, ആസ്ട്രോണമി, എർത്ത് സയൻസ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ്. ഓക്കെ, അപ്പം ഇനാനിമേറ്റ് നാച്ചുറൽ ഒബ്ജക്ട്സ്, ഇപ്പോൾ നാച്ചുറൽ ഒബ്ജക്ട്സിൻ്റെ ഒരു സ്റ്റഡിയാണ് ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അവർ ഇനാനിമേറ്റ് ആയിരിക്കും, മീൻസ് ലിവിങ് ആയിരിക്കില്ല, ലിവിങ് അല്ലാത്ത ഒബ്ജക്ട്സിൻ്റെ സ്റ്റഡിയാണ് ഫിസിക്കൽ സയൻസ് അല്ലേ. ഇൻ ഫിസിക്സ് വി സ്റ്റഡി ദ എൻറ്റയർ യൂണിവേഴ്സ്, സ്റ്റഡി ഓഫ് പ്ലാനറ്റ്, സൺ, മൂൺ, ഇൻസ്ട്രുമെൻറ്റ്സ്, ലൈറ്റ് എക്സെട്ര. അപ്പോൾ ഫിസിക്സിൽ കംപ്ലീറ്റ് യൂണിവേഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, സയൻസ് ഈസ് ദ സിസ്റ്റമാറ്റിക് ആൻഡ് നാച്ചുറൽ ഇൻക്വയറി ഇൻ ടു ദ നാച്ചുറൽ വേൾഡ് ആൻഡ് ഇറ്റ്സ് ഫിനോമിന. സയൻസ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ നാച്ചുറൽ ഓർ സിസ്റ്റമാറ്റിക് ഇൻക്വയറി ഇൻ ടു ദ നാച്ചുറൽ വേൾഡ്. നാച്ചുറൽ വേൾഡിനെ പറ്റിയുള്ള ഒരു ഇൻക്വയറി, ഒരു സ്റ്റഡിയാണ് സയൻസ് എന്ന് പറയുന്നത് അല്ലേ. ദ സറൗണ്ടിങ്സ്, ദ വേൾഡ് അറൗണ്ട് അസ്, അതിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് സയൻസ്. ആൻഡ് ഇറ്റ്സ് ഫിനോമിന. അപ്പോൾ ഈ വേൾഡിൽ നടക്കുന്ന വേൾഡിലെ ഒബ്ജക്ട്സിനെ പറ്റി, വേൾഡിൽ നടക്കുന്ന ഫിനോമിനാസിനെ പറ്റി, അതിനെ പറ്റിയൊക്കെയുള്ള സ്റ്റഡിയാണ് സയൻസ്. സോ ഫിസിക്കൽ സയൻസിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുമ്പം ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇനാനിമേറ്റ് നാച്ചുറൽ ഒബ്ജക്ട്സ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിസിക്സ്, കെമിസ്ട്രി, ആസ്ട്രോണമി, എർത്ത് സയൻസസ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ് എന്നാണ് ആൻസർ ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടോപ്പിക്. നമ്മൾ ഒരു 9 to 10 ടോപ്പിക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഫിസിക്കൽ സയൻസിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കലാണ്. അപ്പോൾ നമ്മളുടെ സിലബസും ടെക്സ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ടെക്സ്റ്റിൽ കുറച്ച് എക്സ്ട്രാ ഡാറ്റ ഉണ്ട്. ഇപ്പം നമ്മൾ പക്ക സിലബസ് ബേസ്ഡ്, സിലബസിലുള്ള പോയിൻറ്റ്സ് മാത്രമായിരിക്കും ഈ ഒരു വീഡിയോയിൽ പറയാം. സോ അപ്പോൾ നമ്മൾ സിലബസിൽ വരുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ഫിസിക്കൽ സയൻസ് ആണ്. So the nature of physical science can be divided into 7. The first one is the world is understandable. World അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അക്കോർഡിംഗ് ടു സയൻസ്, സയൻറ്റിഫിക് സ്റ്റഡീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വേൾഡിലുള്ളൂ. അതിനാണ് ദ വേൾഡ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഫിസിക്കൽ സയൻസിൻ്റെ ഒരു നേച്ചർ. സ്റ്റഡി ചെയ്താൽ അക്കോർഡിംഗ് ടു സയൻസ് എവറിത്തിങ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ. Then the second nature of physical science is scientific ideas are subject to change. Okay, scientific ideas എന്ന് പറയുന്നത് they are subjected to change. അത് ചേഞ്ച് ചെയ്യാം സയൻറ്റിഫിക് ഐഡിയാസ്. ഇറ്റ് ഇസ് എ സ്റ്റഡി, ഒരു റിസർച്ച് പ്രോസസ്സ് പോലെയാണ് സയൻറ്റിഫിക് ഐഡിയാസ് എന്ന് പറയുന്നത്. അത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, സയൻസ് ഇസ് എ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് നോളജ്. സയൻസ് എന്ന് പറയുന്നത് നോളജ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു പ്രോസസ്സാണ്. And the process depends both on making careful observations of phenomena and on inventing theories out of those observations. So change in knowledge is inevitable because new observations may change prevailing theories. അപ്പം ന്യൂ ഒബ്സർവേഷൻസ് ഉണ്ടാവാം, അപ്പം നിലവിലുള്ള തിയറീസ് ചേഞ്ച് ചെയ്യാം. സോ സയൻറ്റിഫിക് ഐഡിയാസ് ചേഞ്ച് ചെയ്യാം. സോ ദേ ആർ സബ്ജക്റ്റഡ് ടു ചേഞ്ച്. അതാണ് ഫിസിക്കൽ സയൻസിൻ്റെ സെക്കൻഡ് നേച്ചർ എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ദ വേൾഡ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ. സെക്കൻഡ് വൺ സയൻറ്റിഫിക് ഐഡിയാസ് ആർ സബ്ജക്റ്റ് ടു ചേഞ്ച്. തേർഡ് വൺ സയൻറ്റിഫിക് നോളജ് ഈസ് ഡ്യൂറബിൾ. സയൻറ്റിഫിക് നോളജ് ഡ്യൂറബിൾ ആണ്, എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബിക്കോസ് സയൻറ്റിഫിക് ഇൻക്വയറി, ഒരു സയൻറ്റിഫിക് നോളജ് വരുന്നത് അതിൻ്റേതായ ടെസ്റ്റുകളും പ്രൂഫുകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ സയൻറ്റിഫിക് നോളജ് ഈസ് ഡ്യൂറബിൾ, നിലനിൽക്കുന്ന ഒന്നാണ്.
Although scientists reject the notion of attaining absolute truth and accept some uncertainty, most scientific knowledge is durable. ചില കാര്യങ്ങളിലൊക്കെ ഒരു അൺസർട്ടനിറ്റി സയൻറ്റിസ്റ്റുകൾ പറയുന്നുണ്ടെങ്കിലും scientific knowledge is durable. And the fourth nature is science cannot provide complete answers to all questions. Okay. അപ്പോൾ സയൻസിന് എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള കംപ്ലീറ്റ് ആൻസേഴ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ സം റിലീജിയസ് ക്വസ്റ്റ്യൻസിന്, അതുപോലെ ചില സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെ പറ്റിയൊന്നും ഇപ്പോഴും സയൻസിന് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ സയൻസ് കനോട്ട് ആൻസർ all questions. Next, scientific inquiry. So scientific inquiry is one of the nature of physical science. സയൻറ്റിഫിക് ഇൻക്വയറി എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് ഡിഫറെൻറ്റ് അല്ലേ? എല്ലാവർക്കും ചെയ്യാം സയൻറ്റിഫിക് ഇൻക്വയറി. സയൻറ്റിഫിക് ഇൻക്വയറി എവ്രി വൺ ക്യാൻ തിങ്ക് സയൻറ്റിഫിക്കലി അബൌട്ട് മെനി മാറ്റേഴ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എവറി ഡേ ലൈഫ്. എല്ലാവർക്കും സയൻറ്റിഫിക് ഇൻക്വയറി നടത്താം. സോ സയൻറ്റിഫിക് ഇൻക്വയറിക്ക് ഇന്ന സ്റ്റെപ്സ് എന്നില്ല, ബിക്കോസ് ആ സ്റ്റെപ്സ് ചേഞ്ച് ചെയ്യാം. ഫിക്സഡ് സ്റ്റെപ്സ് ഇല്ല. No one path that leads them to scientific knowledge. There are certain features of science that leads to mode of inquiry. Okay. So, scientific inquiry is one of the nature or specialities of physical science. ഓരോ സയൻറ്റിസ്റ്റുകളും ഡിഫറെൻറ്റ് ഫിനോമിനാസ് ആയിരിക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്, സയൻറ്റിഫിക് ഇൻക്വയറിക്കൊക്കെ യൂസ് ചെയ്യുന്നത്. സോ സയൻറ്റിസ്റ്റ് ഡിഫർ വൺ അനദർ ഇൻ their investigation. So, scientific inquiry differs. Next, the sixth nature of physical science is science demands evidence. Okay, സയൻസിന് എല്ലാത്തിനും എവിഡൻസ് വേണം. വെറുതെ വേർഡ്സ് ആയിട്ട് പറഞ്ഞാൽ പോരാ അല്ലേ, എല്ലാത്തിനും പ്രൂഫ് വേണം. സോ അതാണ് ഫിസിക്കൽ സയൻസിൻ്റെ ഒരു നേച്ചർ. ദെൻ ദ ലാസ്റ്റ് നേച്ചർ ഓഫ് ഫിസിക്കൽ സയൻസ് ഇസ് സയൻസ് ഇസ് എ ബ്ലെൻഡ് ഓഫ് ലോജിക് ആൻഡ് ഇമാജിനേഷൻ. മാജിക് അല്ല, ലോജിക്കാണ്. ലോജിക്കും ഇമാജിനേഷനും കൂടിയ ഒരു സംഭവമാണ് സയൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ലോജിക്കോ അല്ലെങ്കിൽ ട്രൂത്ത് മാത്രമല്ല, വി ഹാവ് ടു ആഡ് സം ഇമാജിനേഷൻ ഇൻ ടു സയൻസ്. Scientific findings must conform to the principle of logical reasoning, that is testing the validity of findings by applying certain criteria of inference, demonstration and common sense. കോമൺ സെൻസും കൂടെ അപ്ലൈ ചെയ്യണം. നമ്മളുടെ കുറച്ച് ഇമാജിനേഷനൊക്കെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നോളജും ക്രിയേറ്റീവ് ഇൻസൈറ്റും രണ്ട് കാര്യങ്ങളും വേണ്ടതുണ്ട് സയൻസിന്. സോ ഇറ്റ് ഈസ് ദ ബ്ലെൻഡ് ഓഫ് ലോജിക് ആൻഡ് ഇമാജിനേഷൻ. നൗ ദ തേർഡ് ടോപ്പിക്, സ്കോപ്പ് ഓഫ് ഫിസിക്കൽ സയൻസ്. അപ്പോൾ നമ്മൾ ഫിസിക്കൽ സയൻസിൻ്റെ മീനിങ് നോക്കി, നേച്ചേഴ്സ് നോക്കി. ഇനി അതിൻ്റെ സ്കോപ്പ്, ഫിസിക്കൽ സയൻസിൻ്റെ സ്കോപ്പ് എന്താണ്, ഫിസിക്കൽ സയൻസ് പഠിച്ചാലുണ്ടാവുന്ന സ്കോപ്പ് എന്താണ് എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. So people depend on physical science to lead a comfortable and happy life. നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലോ ഡേ ടു ഡേ നമ്മൾ ഡീൽ ചെയ്യുന്ന ഒബ്ജക്ട്സിലോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ സയൻസ് ഉണ്ട് അല്ലേ, ഫിസിക്സോ കെമിസ്ട്രി ഒക്കെ ഉണ്ട്. സോ ഒരു കംഫർട്ടബിൾ ഹാപ്പി ലൈഫിന് വി ആക്ച്വലി ഡിപ്പെൻഡ് ഓൺ ഫിസിക്കൽ സയൻസ്. Then physical science candidates can make career as a assistant physical scientist, astronaut, geoscientist, technician, physical science teacher and so on. ഫിസിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അസിസ്റ്റൻറ്റ് ഫിസിക്കൽ സയൻറ്റിസ്റ്റ് ആവാം, ആസ്ട്രോണട്ട് ആവാം, ജിയോ സയൻറ്റിസ്റ്റ് ആവാം, ടെക്നീഷ്യൻ ആവാം, ഫിസിക്കൽ സയൻസ് ടീച്ചർ ആവാം. അങ്ങനെ ഒരുപാട് സയൻറ്റിഫിക് പോസ്റ്റിലേക്ക് കയറാം. സോ ഒരുപാട് കമ്പനീസ് ഉണ്ട് ഇങ്ങനത്തെ ഫിസിക്കൽ സയൻസ് പഠിച്ചവരെ ഹയർ ചെയ്യുന്ന. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ടാറ്റ, UTC എയറോസ്പേസ്, ഹിന്ദുസ്ഥാൻ ലിവർ, മൈക്രോസോഫ്റ്റ്, സാൻഡിസ്ക്, മോട്ടറോള, ഗോദ്രേജ് എയറോസ്പേസ്, അങ്ങനെ കുറച്ച് കമ്പനീസിൻ്റെ നെയിംസൊക്കെ പറയാം. സോ അതാണ് സ്കോപ്പ് ഓഫ് ഫിസിക്കൽ സയൻസിൽ വരുന്നത്. ചെറിയൊരു സിമ്പിൾ ടോപ്പിക്കാണ്. സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫിസിക്കൽ സയൻസ് ടീച്ചിങ്ങിൻ്റെ നീഡും, എന്തിനാണത് പഠിപ്പിക്കുന്നത് എന്നുള്ളതും, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതും, ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ്സ് ഗോ ത്രൂ ദ നീഡ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ്. ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നോക്കാം. സോ ഫസ്റ്റ് വൺ, ടു നോ ദ വേൾഡ് അറൗണ്ട് അസ്. സോ ഫസ്റ്റ് തിങ് ഈസ് ടു നോ ദ വേൾഡ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റുമുള്ള വേൾഡ് അറിയാൻ വേണ്ടിയിട്ടാണ് ഫിസിക്കൽ സയൻസ് പഠിക്കുന്നത്. സെക്കൻഡ് വൺ, to enable the individual to meet the demands of daily life. ഓക്കെ, അപ്പോൾ ഡെയിലി ലൈഫ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോളജൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. തേർഡ് വൺ, ടു അണ്ടർസ്റ്റാൻഡ് ദ നാച്ചുറൽ ഫിനോമിന ക്ലിയർലി. നാച്ചുറൽ ഫിനോമിന ഒക്കെ ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം റെയിനിങ് അതിലൊരു ഫിസിക്സ് ഉണ്ട് അല്ലേ, അതുപോലെ റെയിൻബോ കാണുന്നത് അതിലൊരു ഫിസിക്സ് ഉണ്ട്. അങ്ങനത്തെ നാച്ചുറൽ ഫിനോമിനാസൊക്കെ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ സയൻസ് പഠിക്കണം. Then to develop self-confidence, self-reliance and
പേഷ്യൻസ്. സെൽഫ് കോൺഫിഡൻസും സെൽഫ് റിലയൻസും പേഷ്യൻസും ഒക്കെ ഉണ്ടാവും സയൻസ് പഠിക്കുമ്പം. ഫിഫ്ത്ത് വൺ, ടു അപ്ലൈ ഫിസിക്കൽ കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഇൻ എ ന്യൂ സിറ്റുവേഷൻ. പഠിച്ച ഫിസിക്കൽ കൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സിക്സ്ത് വൺ, ടു അപ്ലൈ ഫിസിക്കൽ സയൻസ് നോളജ് ആൻഡ് സ്കിൽസ് ഇൻ ദ വർക്കിംഗ് പ്ലേസ്. ഇപ്പോൾ വർക്കിംഗ് പ്ലേസിൽ ഫിസിക്കൽ സയൻസിൻ്റെ നോളജ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സെവൻത് വൺ, ടു അപ്ലൈ ഫിസിക്കൽ സയൻസ് നോളജ് ഇൻ ദ അതർ സ്കൂൾ സബ്ജക്ട്സ്. എയ്ത്ത്, ടു ഫൈൻഡ് ദ അൾട്ടർനേറ്റ് മെത്തേഡ്സ് വൈൽ സോൾവിങ് ദ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള അൾട്ടർനേറ്റ് മെത്തേഡ്സ് ഒക്കെ അറിയാനും ആ ഒരു ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് ഫിസിക്കൽ സയൻസ് പഠിക്കണം. നയൻത് വൺ, ടു ഡെവലപ്പ് ദ സ്കിൽസ് ഓഫ് ഹാൻഡ്ലിംഗ് ലബോറട്ടറി ഇൻസ്ട്രുമെൻറ്റ്സ്, ഒബ്സർവേഷൻസ് ആൻഡ് വെരിഫൈങ് ദ കൺക്ലൂഷൻസ്. ഇപ്പോൾ ഒരു ലാബിലൊക്കെ പോയാൽ ആ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്കില്ല്, ഒബ്സർവ് ചെയ്യാൻ, അത് വെരിഫൈ ചെയ്യാൻ, കൺക്ലൂഡ് ചെയ്യാനൊക്കെ ഫിസിക്കൽ സയൻസ് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, പ്രൊവൈഡിങ് യൂസ്ഫുൾ വർക്ക് ഫോർ ലെഷർ. അപ്പോൾ ലെഷർ ടൈമിൽ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യാൻ ഫിസിക്കൽ സയൻസ് പഠിച്ചവരാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. നെക്സ്റ്റ് വൺ, ടു ഇൻസ്പയർ ആൻഡ് അപ്രിഷിയേറ്റ് ദ സയൻറ്റിസ്റ്റ് ആൻഡ് ദെയർ ഡിസ്കവറീസ്. അപ്പോൾ സയൻറ്റിസ്റ്റുകളുടെ ഡിസ്കവറീസ് മനസ്സിലാക്കിയും അത് അപ്രിഷിയേറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഫിസിക്കൽ സയൻസ് പഠിച്ചിരിക്കണം. സോ ദാറ്റ് ഇസ് ദ അതർ നീഡ്. ദെൻ ദ ലാസ്റ്റ് വൺ, ടു ഇൻവോൾവ് സ്റ്റുഡൻസ് ഇൻ സ്റ്റിമുലേറ്റിംഗ് സയൻറ്റിഫിക് തോട്ട്സ്. അപ്പോൾ സയൻറ്റിഫിക് തോട്ട്സ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സ്റ്റുഡൻസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനും ഫിസിക്കൽ സയൻസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ നീഡ് നോക്കി. ഇനി what is the significance of teaching physical science? So the first one is to understand the nature of physical science. അപ്പം ഫിസിക്കൽ സയൻസിൻ്റെ നേച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് വൺ, ടു ഒബ്റ്റെയിൻ തിങ്കിങ് സ്കിൽസ്. തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കണം. ടു ഒബ്റ്റെയിൻ ദ ഒബ്സർവേഷൻ സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ. ദെൻ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്സ് ഡെവലപ്പ് ചെയ്യാൻ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, ടു ഗെറ്റ് ട്രെയിനിങ് ഇൻ സയൻറ്റിഫിക് മെത്തേഡ്സ്. ഇപ്പോൾ സയൻറ്റിഫിക് മെത്തേഡ്സ്, സയൻറ്റിഫിക് ഇൻക്വയറി, എങ്ങനെ ഒരു കാര്യം എങ്ങനെ സ്റ്റഡി ചെയ്യും, അങ്ങനെയുള്ള ചില സയൻറ്റിഫിക് മെത്തേഡ്സിനെ പറ്റി ഒരു ട്രെയിനിങ് കിട്ടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, ടു ക്രിയേറ്റ് ഇൻട്രസ്റ്റ് ഇൻ സയൻസ്. സയൻസിൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും ഫിസിക്കൽ സയൻസ് ടീച്ചിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്. നെക്സ്റ്റ് വൺ, ടു നോ ഹൗ ഫിസിക്കൽ സയൻസ് ഇസ് യൂസ്ഡ് ഫോർ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഫിസിക്കൽ സയൻസ് യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കാനും. അടുത്തത്, ട്രെയിനിങ് ഫോർ ബെറ്റർ ലിവിങ്. ഒരു ബെറ്റർ ലിവിങ് പോസിബിൾ ആയിരിക്കും ഫിസിക്കൽ സയൻസ് പഠിച്ചാൽ. അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ ലിവിങ്ങിനുള്ളൊരു ട്രെയിനിങ് ആയിട്ട് ഫിസിക്കൽ സയൻസ് ടീച്ചിങ്ങിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് കാണാം. ടു മേക്ക് ആ ലെഷർ ടൈം യൂസ്ഫുൾ. ഓക്കെ, ലെഷർ ടൈം യൂസ്ഫുൾ ആക്കാൻ, ഒന്ന് പ്രൊഡക്റ്റീവ് ആക്കാൻ ഫിസിക്കൽ സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ, ദെൻ ടു പ്രിപ്പയർ സ്റ്റുഡൻസ് ഫോർ ദ ഫ്യൂച്ചർ. സ്റ്റുഡൻസിന് ഫ്യൂച്ചറിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചിങ് ഫിസിക്കൽ സയൻസ് ഇസ് ഗുഡ്. സോ ദീസ് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ്. നെക്സ്റ്റ് ടോപ്പിക്, വാല്യൂസ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ്. ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കുന്നതിൻ്റെ വാല്യൂസ്, അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ടോപ്പിക്. അപ്പം 5 വാല്യൂസാണ് വരുന്നത്. പ്രാക്ടിക്കൽ വാല്യൂ, സോഷ്യൽ വാല്യൂ, ഡിസിപ്ലിനറി വാല്യൂ, കൾച്ചറൽ വാല്യൂ ആൻഡ് മോറൽ വാല്യൂ. അപ്പോൾ നമുക്കിനി ഇതിൽ ഓരോ വാല്യൂസും എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ പ്രാക്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ വാല്യൂ ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ സയൻസ് ആൻഡ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ആർ ലൈഫ്. അപ്പം നമ്മളുടെ ഫിസിക്കൽ സയൻസും നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസും, നമ്മൾ പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്സാണ് പ്രാക്ടിക്കൽ വാല്യൂവിൽ വരിക. ഓക്കെ, സോ പ്രാക്ടിക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും നമ്മളുടെ ലൈഫിൽ യൂസ് ചെയ്യാനും ഫിസിക്കൽ സയൻസ് ഹെൽപ്ഫുള്ളാണ്. സോ ദാറ്റ് ഓൾ ഇൻക്ലൂഡ്സ് ഇൻ പ്രാക്ടിക്കൽ വാല്യൂ. നൗ സോഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ഹൗ ഫിസിക്കൽ സയൻസ് ഇസ് യൂസ്ഡ് ഇൻ മെയിൻറ്റെയിനിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് ജനറൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫ് ഓഫ് ഹിസ് കൺട്രി. അപ്പം സോഷ്യൽ വാല്യൂസ് എന്ന് പറയുന്നത് ഫിസിക്കൽ സയൻസ് എങ്ങനെയാണ് നമ്മളുടെ സൊസൈറ്റീനെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റിംഗ് ഫീൽഡിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇൻഷുറൻസ് കമ്പനീസ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷന്, കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇതൊക്കെ റൺ ചെയ്യാൻ ഫിസിക്കൽ സയൻസിൻ്റെ ഒരു സപ്പോർട്ട് വേണം. അപ്പം അങ്ങനത്തതൊക്കെയാണ് സോഷ്യൽ വാല്യൂസിൽ വരിക. സോ സോഷ്യൽ വാല്യൂ ഡീൽസ് വിത്ത് ദ സൊസൈറ്റി. ഓക്കെ,
ദെൻ ഡിസിപ്ലിനറി വാല്യൂ. ഇപ്പോൾ ഡിസിപ്ലിനറി വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ഹൗ ഫിസിക്കൽ സയൻസ് ഇസ് യൂസ്ഡ് ടു ഡു എനി വർക്ക് വിത്ത് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഡിസിപ്ലിൻ. അപ്പോൾ ഏത് വർക്കും സെൽഫ് കോൺഫിഡൻസോട് കൂടി ചെയ്യാൻ, ഡിസിപ്ലിനറി വാല്യൂ എന്ന് പറഞ്ഞാൽ ഏത് ഡിസിപ്ലിനിലാണെങ്കിലും ഏത് വർക്കാണെങ്കിലും അത് കോൺഫിഡൻസോട് കൂടി ചെയ്യാൻ നമ്മളെ ഫിസിക്കൽ സയൻസ് ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് ഈസ് എ ഡിസിപ്ലിനറി വാല്യൂ. നെക്സ്റ്റ് വൺ കൾച്ചറൽ വാല്യൂ. ഇപ്പോൾ കൾച്ചറൽ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ഹൗ ഫിസിക്കൽ സയൻസ് ഇസ് യൂസ്ഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കൾച്ചറൽ വാല്യൂസ്. ഓക്കെ, അപ്പോൾ കൾച്ചറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ എങ്ങനെയാണ് ഫിസിക്കൽ സയൻസ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൾച്ചറൽ വാല്യൂസിൽ വരിക. ഫോർ എക്സാമ്പിൾ ഓൾഡ് ട്രഡീഷണൽ ബിലീവ്സും സൂപ്പർസ്റ്റിഷ്യൻസും ഒക്കെ കുറച്ച് സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ കിട്ടുമ്പം, ഓക്കെ, പലതിൻ്റെയും സയൻറ്റിഫിക് എവിഡൻസ് ഒക്കെ കിട്ടുമ്പം ദ കൾച്ചർ ഡെവലപ്പ് ചെയ്യും. സോ കൾച്ചറൽ വാല്യൂ വരുന്നതാണ് അതൊക്കെ. ദെൻ ഫിഫ്ത്ത് വൺ മോറൽ വാല്യൂസ്. ഇപ്പോൾ മോറൽ വാല്യൂസ് are the standards of good and evil which govern an individual's behavior. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് മോറൽ വാല്യൂസ്. സയൻസ് ഇസ് ദ സെർച്ച് ഫോർ ട്രൂത്ത്. സോ സയൻസ് ഹാസ് മോർ മോറൽ വാല്യൂസ്. സയൻസിലൂടെ നമുക്ക് സത്യം എന്താണ്, ട്രൂത്ത് എന്താണെന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ സയൻസിൽ നല്ല മോറൽ വാല്യൂസ് ഉണ്ട്. സോ നമ്മൾ വെറുതെ ഫ്രോഡ് ആവില്ല, നമ്മൾ ഫ്രോഡ് കാര്യങ്ങൾ ബിലീവ് ചെയ്യൂല, നമ്മൾ എവിഡൻസ് ഉള്ള സയൻറ്റിഫിക് കാര്യങ്ങളെ ബിലീവ് ചെയ്യുള്ളൂ. So science has moral values. Physical science has moral values. So these are the 5 values of teaching physical science. Next topic, aims and objectives of teaching physical science in schools. അപ്പോൾ ഫിസിക്കൽ സയൻസ് സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടതിൻ്റെ എയിംസും ഒബ്ജക്റ്റീവ്സും എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കുമ്പം 3 സ്റ്റേജസ് ആയിട്ട് നമ്മൾ നോക്കണം. ഒന്ന് പ്രൈമറി സ്റ്റേജ്, പിന്നെ ഹൈസ്കൂൾ ലെവലിലുള്ള എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, പിന്നെ ഹയർ സെക്കൻഡറി ലെവലിലുള്ള എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ്. സോ ഫസ്റ്റ് വിൽ ഗോ ത്രൂ ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ് ഇൻ പ്രൈമറി സ്റ്റേജ്. So the first one is that to create interest in learning physical science. അപ്പോൾ പ്രൈമറി സ്റ്റേജിൽ ഹൈസ്കൂളൊക്കെ എത്തുന്നതിന് മുന്നേ ആ ഒരു സ്റ്റേജിൽ നമ്മൾ ആദ്യം കുട്ടികളിൽ ഉണ്ടാക്കേണ്ടത് ഇൻട്രസ്റ്റ് ആണ്, അല്ലേ? പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ആണ് ഫിസിക്കൽ സയൻസ്. സോ പ്രൈമറി സ്റ്റേജിൽ വൺ ഓഫ് ദ എയിം ഇസ് ടു ക്രിയേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ് ഫിസിക്കൽ സയൻസ്. നെക്സ്റ്റ് വൺ ടു റിലേറ്റ് ഫിസിക്കൽ സയൻസ് വിത്ത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനോട് ഫിസിക്കൽ സയൻസ് റിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ടു ഇൻക്രീസ് ദ സ്കിൽ ഓഫ് ഒബ്സർവേഷൻ. സ്റ്റുഡൻസിൻ്റെ ഒബ്സർവേഷൻ സ്കിൽ ഇൻക്രീസ് ചെയ്യാനും ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ സയൻസ് അറിയാം. ഒരു ഫിനോമിന കാണുമ്പോൾ അതിൻ്റെ സയൻസ് അറിയുമ്പോഴായിരിക്കും അത് കൂടുതൽ ഒബ്സർവ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് വരിക, അല്ലേ? അപ്പോൾ ഒബ്സർവേഷൻ സ്കിൽ ഇൻക്രീസ് ചെയ്യാനും ഫിസിക്കൽ സയൻസ് പഠിക്കണം. To create good habits and to lead a healthy life with the help of environment. Okay, then is to create good habits. നല്ല ശീലങ്ങളും ഒരു ഹെൽത്തി ലൈഫും ഒക്കെ ഡെവലപ്പ് ചെയ്യാനും ഫിസിക്കൽ സയൻസ് പഠിച്ചിരിക്കണം. Then to stimulate the scientific attitude. സ്റ്റുഡൻസിൽ ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാനും അത് ഹെൽപ്പ് ചെയ്യും. The other aim is to know the basic truth of the things he see in his environment. സറൗണ്ടിങ്സിൽ അവൻ ജീവിക്കുന്ന എൻവയോൺമെൻറ്റിൽ ഉള്ള കാര്യങ്ങളുടെ ട്രൂത്ത് അറിയാൻ, സയൻസ് അറിയാനും സ്റ്റഡിങ് ഫിസിക്കൽ സയൻസ് ഹെൽപ്സ്. To understand principles of physical science with the help of assignment etc. അപ്പോൾ അസൈൻമെൻറ്റൊക്കെ സഹായത്തോടു കൂടി ഫിസിക്കൽ സയൻസിലെ പ്രിൻസിപ്പിൾസൊക്കെ മനസ്സിലാക്കാനൊക്കെ ഫിസിക്കൽ സയൻസ്, ടീച്ചിങ് ഫിസിക്കൽ സയൻസ് ഇസ് ഗുഡ്. അതിൽ സയൻസിൻ്റെ സ്പെല്ലിങ്സ് ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ഫിസിക്കൽ സയൻസ് എഴുതിയെടുത്ത പോയിന്റിൽ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ടു ഡെവലപ്പ് ഗുഡ് ക്യാരക്ടർ ആൻഡ് പാട്രിയോട്ടിസം. പിന്നെ ഒരു ഗുഡ് ക്യാരക്ടറും പാട്രിയോട്ടിസം ഒക്കെ ഡെവലപ്പ് ചെയ്യാനും ഫിസിക്കൽ സയൻസ് ടീച്ചിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, now let us look into the aims and objectives of teaching physical science in high school level. സോ ഹൈസ്കൂൾ ലെവലിൽ മെയിനായിട്ട് വരുന്ന എയിം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടു എക്വയർ നോളജ്, ദെൻ എക്വയർ സ്കിൽസ്, ദെൻ എബിലിറ്റീസ് ആൻഡ് ഡെവലപ്പ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ക്രിയേറ്റ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഹൈസ്കൂൾ ലെവലിൽ വരുമ്പം കുട്ടി കുറച്ചുകൂടെ വലിയ കുട്ടിയാവും. അപ്പം നോളജ് എക്വയർ ചെയ്യാനായിരിക്കും ഫിസിക്കൽ സയൻസ് പഠിക്കുന്നത്. സോ ടീച്ചിങ് ഫിസിക്കൽ സയൻസ്, ദ എയിം ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ് വിൽ ബി ടു എക്വയർ നോളജ് and to acquire skills and increase the abilities of the students and develop the attitude and
ഫൈനലി ക്രിയേറ്റിംഗ് ആൻ ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ നോളജ് ഇൻക്രീസ് ചെയ്യുക, സ്കിൽസ് ഇൻക്രീസ് ചെയ്യുക, എബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുക, ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക, ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് 5 points or 5 aims or objectives coming under the teaching of physical science in high school level. Next, let's go through the aims and objectives of teaching physical science in higher secondary level. So in higher secondary level, the aim of teaching physical science is to know the impact of science on society. സൊസൈറ്റിയിൽ ഉള്ള സയൻസിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആണ് ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കേണ്ടതിൻ്റെ ഒരു എയിം ഓർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് വൺ ഇസ് ടു ഡെവലപ്പ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ആ സ്റ്റുഡൻറ്റിൽ വളർത്തിക്കൊണ്ടുവരാനാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്. സയൻറ്റിഫിക് ഡെവലപ്മെൻ്റ് ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കുന്നത്. ദെൻ ടു എക്വയർ ദ നോളജ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്സ്. സയൻറ്റിഫിക് മെത്തേഡ്സ് എങ്ങനെയാണ്, സയൻറ്റിഫിക് മെത്തേഡ്സിൻ്റെ ഒരു നോളജ് എക്വയർ ചെയ്യാനും കൂടെയാണ്. അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡ്, ഒരു പ്രോബ്ലം കണ്ടാൽ ആ പ്രോബ്ലം അനലൈസ് ചെയ്യണം, പിന്നെ അതിൻ്റെ ഒരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്യണം, അത് ടെസ്റ്റ് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം. ഓക്കെ, ലൈക്ക് ദാറ്റ് അതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡ്സിൻ്റെ സ്റ്റെപ്സ് അറിയുന്നതിനും കൂടെയാണ് ഹയർ സെക്കൻഡറി ലെവലിൽ ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കുന്നത്. So these are the important points of aims and objectives of teaching physical science. Now let's get into the next topic, instructional objectives and behavioral objectives. Okay, but instructional objectives anda, they are basically statements which clearly describe an anticipated learning outcome. Objectives should state that what the learners should be able to do after the instruction is complete. Okay, അപ്പോൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ പഠിപ്പിച്ചതിന് ശേഷം കിട്ടാൻ പോകുന്ന ഔട്ട്കം എന്താണ്, ഇൻസ്ട്രക്ഷൻ കൊടുത്തതിന് ശേഷം കിട്ടാൻ പോകുന്ന ഔട്ട്കം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് എഴുതി വെക്കുന്നതിനാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ ലേണിംഗ് ഔട്ട്കം എന്നുള്ളതാണ്. Objectives should state what the learners should be able to do after instruction is complete. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് നടത്തിയതിന് ശേഷം എന്തായിരിക്കും അതിൻ്റെ ഔട്ട്കം എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ഒരു ടീച്ചർ എഴുതി വെക്കുമ്പം ആ ടീച്ചർക്ക് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. എങ്ങനെ വർക്ക്സ് കൊടുക്കണം, എങ്ങനെ ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക് എത്താം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും. നൗ ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ്. It is a learning outcome stated in measurable terms which gives direction to the learner's experience and becomes the basis for student evaluation. അത് ലേണിംഗ് ഔട്ട്കം പിന്നീട് മെഷർ ചെയ്യുന്നതാണ്. ലേണേഴ്സിൻ്റെ എക്സ്പീരിയൻസും അവരുടെ ഇവാലുവേഷനൊക്കെ നടത്തിയിട്ട് ഇരുന്നതാണ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഔട്ട്കം വിച്ച് ഇസ് മെഷേർഡ്, മീൻസ് നമ്മൾ ലാസ്റ്റ് ചെക്ക് ചെയ്യുന്നതാണ് എന്തൊക്കെ ഔട്ട്കംസ് കിട്ടിയിട്ടുണ്ട്, ആ ലേണറുടെ എക്സ്പീരിയൻസ് എന്താണ്, സ്റ്റുഡൻറ്റ് ഇവാലുവേഷനൊക്കെയാണ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സിൽ വരിക. നെക്സ്റ്റ് ടോപ്പിക്, ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് ഡയറക്ഷൻ ഫോർ ദ ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതിന് ശേഷം എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് എഴുതി വെക്കുമ്പം, എന്തൊക്കെയാണ് റിസൾട്ട് ആ കുട്ടിക്ക് വേണ്ടത് കിട്ടേണ്ടത് എന്ന് എഴുതി വെക്കുമ്പം ആ ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടും ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള, അല്ലേ. സോ ടു പ്രൊവൈഡ് ഡയറക്ഷൻ ഫോർ ദ ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സ്. സെക്കൻഡ് വൺ ഇസ് ടു കൺവേ ഇൻസ്ട്രക്ഷണൽ ഇൻറ്റൻറ്റ്. ഓക്കെ, ഇൻസ്ട്രക്ഷണൽ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് കൺവേ ചെയ്യാനും ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഹെൽപ്ഫുള്ളാണ്. സോ ഒന്ന് ആ ഒരു ഇൻസ്ട്രക്ഷണലിൻ്റെ ഡയറക്ഷൻ കിട്ടാൻ, പിന്നെ ഇൻസ്ട്രക്ഷൻ്റെ ഇൻറ്റൻറ്റ് എന്താണ് എന്നുള്ളത് കൺവേ ചെയ്യാൻ. ദ തേർഡ് വൺ ഇസ് ടു പ്രൊവൈഡ് എ ബേസിസ് ഫോർ ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻസ് ലേണിംഗ്. ഓക്കെ, സ്റ്റുഡൻസ് ലേണിംഗ് ഇവാലുവേറ്റ് ചെയ്യാനൊരു ബേസിസും കിട്ടും. ദെൻ ടു സ്റ്റേറ്റ് ദ ബിഹേവിയറൽ ചേഞ്ചസ് എക്സ്പെക്റ്റഡ് ഇൻ ലേണർ. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റഡ് ബിഹേവിയറൽ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്ന് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ to encourage good course design and development. Okay, കോഴ്സ് ഡിസൈന് ഡെവലപ്പ് ചെയ്യാനും കോഴ്സ് ഡിസൈന് നന്നാക്കാനും ഡെവലപ്പ് ചെയ്യാനും ഒക്കെ എൻകറേജ് ചെയ്യും ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ദെൻ എനാബിൾ ടീച്ചർ ടു മോഡിഫൈ മെത്തേഡ്സ്. അപ്പോൾ ടീച്ചറിന് ആ ഒരു മെത്തേഡ് ഒക്കെ എഴുതി വെച്ചത് കാണുമ്പോൾ, ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് ഒക്കെ എഴുതി വെച്ചത് കാണുമ്പം എന്തൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്ന് തോന്നും. അപ്പം ഒരു മോഡിഫിക്കേഷനൊക്കെ വരുത്താൻ ഇറ്റ് ഈസ് ഈസി. So enables teacher to modify methods.
Seventh one, it helps the teacher to know how well the students have covered the content. Okay, അപ്പോൾ സ്റ്റുഡൻസ് എത്ര നന്നായിട്ട് ആ ഒരു കോണ്ടൻറ്റ് കവർ ചെയ്തിട്ടുണ്ട് എന്ന് ടീച്ചറിനൊരു ഐഡിയ കിട്ടാനും ആ ഒരു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ഹെൽപ്പ് ചെയ്യും. Then eighth one, gives direction to students and teachers in selection of materials, methods and activities for learning. The instruction objectives ഉണ്ടെങ്കിൽ it gives direction to students and both teachers. സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒരു ഡയറക്ഷൻ കിട്ടും. എന്തിന്? മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാൻ, മെത്തേഡ്സ് സെലക്ട് ചെയ്യാൻ, ആക്ടിവിറ്റീസ് ഒക്കെ സെലക്ട് ചെയ്യാൻ, which is used for learning. Okay, so instruction objectives are very useful. Next topic, Bloom's taxonomy of instructional objectives or educational objectives. American educationist Benjamin S. Bloom and his associates at the University of Chicago divided educational objectives into 3. Okay, അപ്പം അമേരിക്കൻ എഡ്യൂക്കേഷനിസ്റ്റായ ബെഞ്ചമിൻ എസ് ബ്ലൂം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും കൂടെ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിൽ നിന്ന് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിന് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന് 3 ഡൊമെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ആണ് ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 3 ഡൊമൈൻസ് കോഗ്നിറ്റീവ് ഡൊമെയിൻ, അഫക്റ്റീവ് ഡൊമെയിൻ ആൻഡ് സൈക്കോമോട്ടർ ഡൊമെയിൻ ആണ്. സോ ലെറ്റ് us go through each of these domains. The first one, cognitive domain. So cognitive domain includes those objectives which deals with the recall or recognition of knowledge and the development of intellectual abilities and skills. Development of intellectual abilities and skills ആണ് കേട്ടോ അത്. അപ്പം ഇൻ്റലക്ച്വൽ എബിലിറ്റീസും സ്കിൽസും ഡെവലപ്പ് ചെയ്യുക, റീകോൾ ചെയ്യുക, നോളജ് റിക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കോഗ്നിറ്റീവ് ഡൊമെയിനിൽ വരിക. ഓക്കെ, സോ ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സ് ആണ് ഈ 3 ഡിവൈഡ് ചെയ്തത്. അതിൽ തന്നെ കോഗ്നിറ്റീവ് ഡൊമെയിനിൽ 6 പാർട്സ് ഉണ്ട്. 6 പാർട്സ് താഴേന്ന് മേലേക്ക് ഇതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരികയാണ്. ഓക്കെ, ഫ്രം ലോവർ ടു അപ്പർ. So let's look from the lower part, the 6 parts of cognitive domain. The first one is knowledge, then comprehension, then application, then analysis, then synthesis and then evaluation. But knowledge nu parayunnathu is the base of everything. Okay, knowledge is the base of any objective. സോ ഓൾറെഡി ലേൺഡ് ഇൻഫോർമേഷൻ റിമെമ്പർ ചെയ്യുക, റീകോൾ ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക, അതൊക്കെയാണ് ഈ ഒരു ലെവലിൽ വരിക. നെക്സ്റ്റ് വൺ ഇസ് കോംപ്രഹെൻഷൻ. കോംപ്രഹെൻഷൻ ഇസ് എ ലെവൽ വിച്ച് റിക്വയർസ് ലേണേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ നോളജ്. ഓക്കെ, അപ്പോൾ ആ ഒരു നോളജ് ഒരു ഡൗട്ടും ഇല്ലാതെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് കോംപ്രഹെൻഷനിൽ വരിക. ദെൻ അപ്ലിക്കേഷൻ, ആ ഒരു നോളജ് അപ്ലൈ ചെയ്യുക, വേറെ സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്യുക. Then the next objective is analysis. Okay, analyze ചെയ്യാൻ പറ്റുക, the ability to analyze. ഇപ്പോൾ നോളജ് ഉള്ളവർക്കേ ഒരു കാര്യം അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സോ അനലൈസ് ചെയ്യാനുള്ള എബിലിറ്റി. ദെൻ സിന്തസിസ്. സിന്തസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു അനാലിസിസ്. അനലൈസ് ചെയ്യുക മാത്രമാണ് അനാലിസിസിൽ വരിക. ബട്ട് സിന്തസിസിൽ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നും പുതിയ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം, പുതിയ എന്തെങ്കിലും ഒരു നോളജ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഇതാണ് സിന്തസിസിൽ വരിക. ദെൻ ഇവാലുവേഷൻ, ദിസ് ഈസ് ദ ഹയസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് കോഗ്നിറ്റീവ് ഡൊമൈൻ. അപ്പം ഇവാലുവേഷനിൽ വരുന്നത് യു ഷുഡ് ഹാവ് ദ സ്റ്റുഡൻറ്റ് ഷുഡ് ഹാവ് ദ എബിലിറ്റി ടു മേക്ക് ജഡ്ജ്മെൻറ്റ്സ് ഓർ മേക്ക് ഇവാലുവേഷൻസ്. അപ്പോൾ ഇവാലുവേഷനാണ് കോഗ്നിറ്റീവ് ഡൊമൈനിൽ ഏറ്റവും ഹയർ ആൻഡ് ഡിഫിക്കൽട്ട്. ഓക്കെ, സോ ദീസ് ആർ ദ 6 പാർട്സ് ഓഫ് കോഗ്നിറ്റീവ് domain. Now next we'll go into the affective domain. It includes the development of interest, values and adjustments. So there are 5 objectives in affective domain. Our objectives receiving, responding, appreciation, organization, valuing. ഇതൊക്കെയാണ് 5 objectives. So let's go through each one of that. സോ മെയിൻലി അഫക്റ്റീവ് ഡൊമൈനിലകത്ത് വരുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത്. ഫസ്റ്റ് വണ്ണിൽ റീകോൾ ചെയ്യുക, നോളജ് റീകോൾ ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി വരുന്നത്. ഇവിടെ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇൻ അഫക്റ്റീവ് ഡൊമൈൻ. ഇൻ കോഗ്നിറ്റീവ് ഡൊമൈൻ ഇറ്റ് വാസ് റീകോളിംഗ്. സോ ഇൻ അഫക്റ്റീവ് ഡൊമൈൻ ദ ഫസ്റ്റ് വൺ ഇസ് റിസീവിങ്. റിസീവിംഗ് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ദ ലേണർ ടു ലേൺ വാട്ട് ദ ടീച്ചർ ടീച്ചേഴ്സ്. ഫസ്റ്റ് ലേണർ ചെയ്യേണ്ടത്, ടീച്ചർ എടുക്കുന്നത് ഹി ഹാവ് ടു ലിസൺ ദാറ്റ് അല്ലേ. ക്ലാസ് നന്നായിട്ട്
കേൾക്കുക എന്നൊക്കെ പറയുന്ന പോലെ, അതാണ് റിസീവിങ്, ഒരു നോളജ് റിസീവ് ചെയ്യുക. ദ സെക്കൻഡ് വൺ ഇസ് he should respond. Okay, but that is based on interest. നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലായിരിക്കും നമ്മൾ ക്ലാസ് കേൾക്കലും റെസ്പോണ്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. സോ സെക്കൻഡ് വൺ ഇസ് റെസ്പോണ്ടിങ്. ദ തേർഡ് വൺ ഇസ് അപ്രിസിയേഷൻ. ഓക്കെ, അപ്രിസിയേഷൻ is when a student appreciates physical science for its use in daily life. ഇപ്പോൾ ഡെയിലി ലൈഫിലും മറ്റ് സബ്ജക്റ്റുകളിലൊക്കെ ഫിസിക്കൽ സയൻസിൻ്റെ യൂസ് ഉണ്ടെന്ന് കുട്ടി തിരിച്ചറിയുമ്പോഴാണ് അവിടെ അപ്രിസിയേഷൻ വരുന്നത്. The next one is organization. Okay, ഡിഫറെൻറ്റ് വാല്യൂസ് അല്ലെങ്കിൽ നോളജ് ഒരുമിച്ച് ഒരു ഓർഗനൈസേഷനിൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനാണ് ഓർഗനൈസേഷൻ എന്ന് പറയാം. ദിസ് ഒബ്ജക്റ്റീവ് ബ്രിങ്സ് ടുഗെദർ ഡിഫറെൻറ്റ് values. So organization is one of the objective, and the last objective in affective domain is valuing. It means individuals own valuing. Okay, അപ്പോൾ ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ഒരു സംഭവത്തിന്, ഒരു ഫിനോമിനൻ, ഒരു ഫിസിക്കൽ എക്സ്പെരിമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സയൻസിന് അല്ലെങ്കിൽ വേൾഡ് അറൗണ്ട് ഹിം എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ അതിനെ വാല്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അത് ഒരാളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണ് അല്ലേ. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ്, ഇൻ അതർ വേർഡ്സ്, ആറ്റിറ്റ്യൂഡ്. Next we'll go through psychomotor domain, which is the third and last domain. So psychomotor domain, it includes the development of motor skills. The first one was dealing with the recalling and all, and the second one deals with the valuing and all, and the third one deals with the development of motor skills. Okay, work ചെയ്യാനുള്ള പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്യാനുള്ള സ്കിൽ ഡെവലപ്മെൻ്റ് ഒക്കെയാണ് സൈക്കോമോട്ടർ ഡൊമൈനിൽ വരിക. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് നെയിംഡ് സൈക്കോമോട്ടർ. ഓക്കെ, സോ ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് പെർസെപ്ഷൻ. Perception means it is the observing teacher. Okay, it is the act of observing the teacher. And the next one is set. Set means the readiness to act. The student is ready to act. The second objective is set. And the third objective is guided response. It means ഗൈഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ അടുത്ത് ഒരു റെസ്പോൺസ് മീൻസ് ടീച്ചർ ഗൈഡ്സ് അസ്. ടീച്ചർ പറയുന്നതനുസരിച്ച് ഒരു പ്രാക്ടിക്കൽ സ്കില്ലൊക്കെ പഠിപ്പിക്കുന്ന പോലെ, ഒരു വർക്ക്ഷോപ്പൊക്കെ പോലെ ടീച്ചറിൻ്റെ ഒരു ഹെൽപ്പോട് കൂടി, ഡയറക്ഷൻസോട് കൂടി വേരിയസ് മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നതിനാണ് ഗൈഡഡ് റെസ്പോൺസ് എന്ന് പറയുക. ഓക്കെ, അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഗൈഡ്ഷിപ്പോട് കൂടി റെസ്പോണ്ട് ചെയ്യുന്നതിന്. ഓക്കെ, ദെൻ ദ ഫോർത്ത് വൺ ഇസ് മെക്കാനിസം. ഓക്കെ, ഇറ്റ്സ് എൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പ് ഇൻ ലേണിംഗ് എ കോംപ്ലെക്സ് സ്കിൽ. അപ്പോൾ ഒരു കോംപ്ലെക്സ് സ്കില്ല് പഠിക്കുന്നതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു സ്റ്റെപ്പാണ് മെക്കാനിസം. ഓക്കെ, അപ്പോൾ മെക്കാനിസം ഒബ്ജക്റ്റീവിൽ വരുന്നത് കുറച്ചൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവും ഒന്നും കൂടെ ആ ഒരു പെർഫോമൻസ് വിത്തൗട്ട് ഒരു ഗൈഡൊന്നും ഇല്ലാതെ ചെയ്യാൻ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഇസ് കോംപ്ലെക്സ് ഒവേർട്ട് റെസ്പോൺസ്. കോംപ്ലെക്സ് ഒവേർട്ട് റെസ്പോൺസിൽ ഒരു ഹൈ ലെവൽ ഓഫ് പ്രൊഫിഷ്യൻസിയാണ് വരുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് നാച്ചുറൽ ആൻഡ് ഓട്ടോമാറ്റിക്. ഒരു കാര്യം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ഹൈ ലെവൽ ഓഫ് പ്രൊഫിഷ്യൻസി കിട്ടാനുണ്ട്, ക്വിക്കായിട്ട് അയാൾ ആൻസർ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ റെസ്പോൺസിനാണ് കോംപ്ലെക്സ് ഒവേർട്ട് റെസ്പോൺസ് എന്ന് പറയുക. ഓക്കെ, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവർ പെട്ടെന്ന് ആൻസർ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനാണ് കോംപ്ലെക്സ് ഒവേർട്ട് റെസ്പോൺസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് അഡാപ്റ്റേഷൻ. Adaptation skills are well developed and the individual can modify movement patterns to fit special requirements. ഇപ്പോൾ അഡാപ്റ്റേഷനിൽ വരുമ്പം മോട്ടോർ സ്കിൽസൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ ഒരു സ്റ്റുഡൻറ്റിന്, ഇൻഡിവിജ്വലിന് അത് ഇഷ്ടമുള്ളതുപോലെ അത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അഡാപ്റ്റ് ചെയ്യാൻ മീൻസ് ഏതിലേക്കും അതിനെ മോഡിഫൈ ചെയ്തെടുക്കാം. അതിനാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. And the last one is origination. Origination means creating new movement or creating new things. Okay, പുതിയ സംഭവങ്ങൾ ഒറിജിനേറ്റ് ചെയ്തെടുക്കുക. അത് അത്രയും നോളജ് ഉണ്ടെങ്കിൽ നടക്കുന്ന സംഭവമാണ്. ഓക്കെ, സോ ദാറ്റ് കംസ് വിത്ത് ഒറിജിനേഷൻ. ഒരു പുതിയൊരു സംഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ കംസ് ഇൻ ഒറിജിനേഷൻ. ഓക്കെ, സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് psychomotor domain. Now next we'll go into the next topic, revised Bloom's taxonomy. So in 1990 ഇയർ ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തതാണ്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഐ തിങ്ക് ഇറ്റ് ഇസ് ഇൻ 2001. ഓക്കെ,
സോ 2001 ആ ഒരു ടൈമിൽ ലോറിസ് ആൻഡേഴ്സൺ ദ സ്റ്റുഡൻറ്റ് ഓഫ് ബ്ലൂം റിവൈസ് ദ ടാക്സോണമി. അപ്പോൾ ബ്ലൂംസിൻ്റെ ടാക്സോണമി ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്തു ലോറിസ് ആൻഡേഴ്സൺ. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ടാക്സോണമീസ്, ബ്ലൂംസ് ടാക്സോണമി ആൻഡ് ദ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. അപ്പം ബ്ലൂംസ് ടാക്സോണമിയിൽ നമ്മൾ നോക്കി, അതിൽ വരുന്നത് നോളജ്, കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോളജിന് പകരം റിമെമ്പറിങ് ആയി, കോംപ്രഹെൻഷന് പകരം അണ്ടർസ്റ്റാൻഡിങ് ആയി, ആപ്ലിക്കേഷന് പകരം അപ്ലൈയിങ് ആയി, അനാലിസിസിന് പകരം അനലൈസിങ് ആയി, സിന്തസിസിന് പകരം ഇവാലുവേറ്റിംഗ് ആയി. മീൻസ് ഇവാലുവേഷൻ ഉണ്ട്, ജസ്റ്റ് പൊസിഷൻസ് ചേഞ്ച് ചെയ്തു, ഇവാലുവേഷനും അതുപോലെ സിന്തസിസ് ക്രിയേറ്റിങ്ങും. ഓക്കെ, അപ്പോൾ സിന്തസിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുക, ക്രിയേറ്റ് ചെയ്യുക അല്ലേ. അപ്പം സെയിം ആണ്, വേർഡ്സ് ആണ്, ബട്ട് ഒക്കെ ഒരു വേർബൽ ഫോമിലേക്ക്, വേർബിലേക്ക് മാറി. ഓക്കെ, വേർബ് എന്ന് പറഞ്ഞാൽ എന്താ, ചെയ്യുന്നൊരു ക്രിയ അല്ലേ, അപ്പോൾ ഒരു വേർബിലേക്ക് മാറിയല്ല. സോ നോളജിന് പകരം അവിടെ റിമെമ്പറിങ് വന്നു. റിമെമ്പറിങ്ങിൻ്റെ ഒരു ഔട്ട്കം ആണ് നോളജ് എന്ന് പറയുന്നത്. ആ ഒരു സെൻസിൽ നോളജിന് അവിടെ റിമെമ്പറിങ് ഇസ് റീകോളിങ് ഇൻഫോർമേഷൻ. അപ്പം നോളജിനുള്ളത് റിമെമ്പറിങ് എന്ന് റീനെയിം ചെയ്തു. ദെൻ അണ്ടർസ്റ്റാൻഡിങ്, കോംപ്രഹെൻഷനെ അണ്ടർസ്റ്റാൻഡിങ് ആക്കി മാറ്റി അല്ലേ. സോ ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് അറ്റ് ദിസ് ലെവൽ റിക്വയർസ് ലേണേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ നോളജ് വിത്തൗട്ട് എനി ഡൗട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കോംപ്രഹെൻഷനിൽ ഒരു മാറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ് ഒരു നോളജ്, അതുപോലെ അതിന് അണ്ടർസ്റ്റാൻഡിങ് എന്ന ആ ഒരു കറക്റ്റ് നെയിമിലേക്ക് മാറ്റി, അണ്ടർസ്റ്റാൻഡിങ് എന്ന് കൊടുത്തു. ദെൻ ആപ്ലിക്കേഷൻ, അത് അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത് ലേണേഴ്സ്. സോ ആപ്ലിക്കേഷനേക്കാളും അപ്ലൈയിങ് എന്നുള്ള വേർഡാണ് അവിടെ സ്യൂട്ടബിൾ എന്ന് കണ്ടിട്ട് അപ്ലൈയിങ് എന്നിലേക്ക് മാറ്റി. അതുപോലെ അനാലിസിസും അനലൈസിങ്, ആ ഒരു പ്രോസസ്സ് ചെയ്യുകയാണ് വേണ്ടത്. ഇറ്റ് ഈസ് എ വേർബൽ ആക്ടിവിറ്റി. അപ്പം അനാലിസിസ് എന്നുള്ളത് അനലൈസിങ് എന്നാക്കി മാറ്റി. ഓക്കെ, സോ ലേണേഴ്സ് ഷുഡ് അനലൈസ് ദ വർക്ക് in this objective or in this stage. Then evaluating അല്ലേ, evaluating എന്ന് പറഞ്ഞാൽ ability to judge or evaluate a situation or take a decision. ഓക്കെ, അപ്പം ഇവാലുവേഷൻ എന്നുള്ളത് ഇവാലുവേറ്റിംഗ് ആക്കി മാറ്റി. പിന്നെ ഇവാലുവേറ്റിങ്ങിന് ശേഷമാണ് ക്രിയേറ്റിംഗ് അല്ലെങ്കിൽ സിന്തസിസ് അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് ലാസ്റ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്രിയേറ്റിങ്ങിൽ വരുന്നത് by putting elements together from various source, there is an ability to generate new ideas. അപ്പം പല സോഴ്സുകളിലെയും ഐഡിയാസ് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് പുതിയൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി, ആ ഒരു ഒബ്ജക്റ്റീവാണ് ലാസ്റ്റ് വരുന്നത്. സോ ക്രിയേറ്റിംഗ് ഇസ് ദ ലാസ്റ്റ് ഒബ്ജക്റ്റീവ് ഇൻ ദ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദ ടോപ്പിക്സ് ഇൻ ദ ഫസ്റ്റ് യൂണിറ്റ്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ ഇത്രയാണ് ടോപ്പിക്സ് വരുന്നത്. ഇത് സിലബസിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ടെക്സ്റ്റിൽ കുറച്ചുകൂടി എക്സ്ട്രാ ഡാറ്റാസ് ഉണ്ട്. ഇത് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ എഴുതേണ്ട ഓരോ ടോപ്പിക്കിൽ. ഫോർ എക്സാമ്പിൾ ബോയിൽസ് ലോ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ ടീച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എഴുതാൻ അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ടെക്സ്റ്റ് നോക്കിയാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ പോയിൻറ്റ്സ് മെൻഷൻഡ് ഇൻ ദ syllabus of Pedagogy of Physical Science. So hope this video was useful for you. So thank you for watching.